ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ ഒന്നും തയ്യാറാക്കാനായിട്ട്, ടിഫിൻ തയ്യാറാക്കാനായിട്ട് ഒന്നും കരുതിയിട്ടില്ല, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടിഫിനാണ് കേട്ടോ. ഒരു ദോശ ആണ്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാമെന്ന് മാത്രമല്ല, നമ്മൾ എന്നും ഇഡ്ഡലി, ദോശ, പുട്ട്, ഉപ്മാവ്, ചപ്പാത്തി അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്നും ഒരു മാറ്റം ആവും ചെയ്തു. അതുപോലെ നമ്മൾ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ധൃതി പിടിച്ചിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ തലേ ദിവസം ഒന്നും ചെയ്യാതെ, അതായത് ടിഫിനായിട്ട് ഒന്നും കരുതിയിട്ടില്ല എന്നൊക്കെ വെച്ചാൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ദോശയാണ് ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന റവ ഉണ്ടല്ലോ, ആ റവ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ആ റവയും ഇതുപോലെ ഒരു കോഴിമുട്ടയാണ് നമുക്ക് വേണ്ടത് ഇതിന്. ഞാൻ എടുക്കുന്ന ഗ്ലാസ്സിൽ 2 ഗ്ലാസ് റവ എടുക്കുക വെച്ചാൽ ഏകദേശം ഒരു 20 ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട് കഴിയും. നമ്മൾ അതിന് ഒരു 1.5 ഗ്ലാസ് എടുക്കുക വെച്ചാൽ ഒരു 16 ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ ഞാൻ അളവ് അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പെട്ടെന്ന് ഏകദേശം നമ്മുടെ വീട്ടിലുള്ളവർക്ക് തികയോ ഇല്ലയോ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അര കിലോൻ്റെ പാക്കറ്റ് റവ ഉണ്ടല്ലോ, ആ അര കിലോ പാക്കറ്റ് റവ നമ്മൾ ഏകദേശം അതിൽ 2 ഗ്ലാസും ഒരു 2 സ്പൂണും കൂടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയാണ് കണക്കുണ്ടാവുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് 1.5 ഗ്ലാസ് വെച്ചിട്ടാണ്. 2 ഗ്ലാസ് വെച്ചിട്ടും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ 2 ഗ്ലാസ് വയ്ക്കുമ്പോഴും ഇതേ കൂട്ട് തന്നെ മതി കേട്ടോ, അതിൽ മാറ്റങ്ങളൊന്നും വരുത്തണ്ട. അപ്പോൾ ഞാൻ 1.5 ഗ്ലാസിൻ്റെ അളവിലാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ തലേ ദിവസം ഒന്നും ടിഫിനായിട്ട് തയ്യാറാക്കിയിട്ടില്ലെങ്കിലും, അല്ലെങ്കിൽ രാത്രിയിലേക്ക് ടിഫിൻ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിലും നമുക്കത് തയ്യാറാക്കിയെടുക്കാം അല്ലേ. വീട്ടമ്മമാർക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താ? രാവിലെ എന്താ ടിഫിൻ ഉണ്ടാക്കുക? ഉച്ചയ്ക്കുള്ള ചോറ് വെക്കാം, അരി ഉണ്ടെങ്കിൽ ചോറ് വെക്കാം, കറിയും ഉപ്പേരിയും എന്ത് വെക്കും? അതുപോലെ രാത്രി ടിഫിൻ കഴിക്കുന്നവരാച്ചാൽ അപ്പോഴും അതിനായിട്ട് നമ്മൾ കരുതണം അല്ലേ. എനിക്കൊക്കെ അങ്ങനെ കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ നോക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതെനിക്ക് നന്നായി തോന്നി, അതെൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നമുക്കൊന്ന് നോക്കാം. വളരെ സോഫ്റ്റായിട്ട് നല്ല ദോശയാണ്, പേപ്പർ പോലെ കനം കുറഞ്ഞ നല്ല ദോശയാണ്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് റവ ഇട്ട് കൊടുക്കാം കേട്ടോ. 1.5 ഗ്ലാസ് റവയാണ് ഞാൻ എടുക്കുന്നത്. ഈ ഗ്ലാസ് കൊണ്ട് 1.5 ഗ്ലാസ് റവയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ റവ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഗ്ലാസ് കൊണ്ട് തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് സ്പൂണ് കൊണ്ട് ഇളക്കി വയ്ക്കുകയാണ്. കാരണം റവ നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുമല്ലോ, ഒന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് അരച്ചെടുക്കാനായിട്ട് ഒന്ന് കുതിർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം സ്പൂൺ കൊണ്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാൻ ഒരു 10 മിനിറ്റ് അവിടെ വെക്കുകയാണ്. അപ്പോൾ നമുക്ക് അരയ്ക്കാനായിട്ട് അതൊന്ന് കുതിർന്ന് കിട്ടട്ടെ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ 10 മിനിറ്റ് ഇരിക്കുന്ന സമയം കൊണ്ട് ഞാൻ ഇതിലേക്കുള്ളൊരു കറി ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുട്ട റോസ്റ്റോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തക്കാളി ഇതൊക്കെ വഴറ്റിയിട്ടുള്ള കറി എങ്ങനെ ഉണ്ടാക്കണം വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കിക്കോളൂ. അതിന് ശേഷം ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഈ പരിവായിട്ടുണ്ട്. ഞാൻ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ മിക്സർ ജാറിലേക്ക് ഇതിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു മുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ആ മുട്ട അങ്ങനെ തന്നെ പൊട്ടിച്ച് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ഈ സമയം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മുട്ട അതിലേക്ക് പൊട്ടിച്ചിട്ടു, അതുപോലെ ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് വേണ്ടത്, ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം, അതായത് അരച്ചെടുക്കാനുള്ള വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം തന്നെയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല മിനുസമായിട്ട് അരക്കണില്ല, ചെറിയൊരു തരിപ്പോട് കൂടിയിട്ട് നമ്മൾ അരച്ചത് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അത് പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം മിക്സർ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രമാത്രം വെള്ളമാണ് ചേർക്കണുള്ളൂ. അപ്പോൾ നമ്മുടെ ദോശയുടെയൊക്കെ മാവിൻ്റെ ഒരു പരുവം കേട്ടോ, അത്രമാത്രമാണ്. അപ്പോൾ അതാ ഈ ഒരു പാകത്തിലാണ് എൻ്റെ മാവിരിക്കുന്നത്. അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ഞാൻ ഒന്നിങ്ങനെ ഇളക്കിയെന്ന് മാത്രം. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മുടെ കറിവേപ്പില ഉണ്ടല്ലോ, കറിവേപ്പില ചെറുതായി അരിഞ്ഞ് ഞാൻ ചേർക്കുകയാണ്. നമുക്കതുപോലെ മല്ലിയില ചേർക്കണമെങ്കിൽ ചേർക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് മല്ലിയില കഴിഞ്ഞിരിക്കുകയാണ്, അപ്പോൾ ഞാൻ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കറിവേപ്പില ചെറുതായി അരിഞ്ഞ് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക. മാവിനെ ഒന്നും കൂടിയൊക്കെ ഒന്ന് ഇളക്കി നോക്കിയതാണ് കേട്ടോ. ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ എൻ്റെ ഉപ്പൊക്കെ പാകമായിരുന്നു. അപ്പോൾ ഞാൻ കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുത്തു, മാവ് ഇളക്കി കൊടുത്തു. എന്നിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കുന്ന ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വന്ന സമയത്ത് ഞാൻ മാവ് ഓരോ കയ്യിൽ കോരി ഒഴിച്ച് സാധാരണ ദോശ പരത്തുന്നത് പോലെ തന്നെ പരത്തുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ദോശ നല്ല കനം കുറഞ്ഞ് നല്ല പേപ്പർ പോലെ എന്ന് പറയില്ലേ, അതുപോലെ കനം കുറഞ്ഞ നല്ല ദോശയായിട്ട് വരുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ 1-2 ദോശ ഉണ്ടാക്കുന്നതൊന്ന് കാണിച്ചു എന്ന് മാത്രം.
അപ്പോൾ അങ്ങനെ ദോശയൊക്കെ ഞാൻ അത്യാവശ്യമൊക്കെ ഉണ്ടാക്കിയെടുത്തു. ഇതുപോലെ നമ്മൾ തിരിച്ചും മറിച്ചും സാധാരണ ദോശ വേവിച്ചെടുക്കുന്ന പോലെ തന്നെ തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. പരത്താനൊന്നും ബുദ്ധിമുട്ടില്ല. അതുപോലെ നല്ല മിനുസമായിട്ടൊന്നും ഞാൻ അരച്ചിട്ടില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല മിനുസമായിട്ട് അരച്ചിട്ടും ഇതിങ്ങനെ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ എന്തായതാന്ന് തിക്കി തിരക്കി നോക്കണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല കനം കുറഞ്ഞ ദോശയായിട്ടാണ് വന്നേക്കുന്നത്, കണ്ടില്ലേ. അപ്പോൾ ഇതിന് നിങ്ങൾ ഇഷ്ടമുള്ള ചമ്മന്തി, കട്ട ചമ്മന്തി എന്താ വെച്ചാൽ ഉപയോഗിച്ചോളൂ. ഞാൻ തക്കാളിയും സബോളയും കൂടി വഴറ്റിയിട്ട് ഉണ്ടാക്കിയേക്കണത് കേട്ടോ. ഞാൻ ഈ തയ്യാറാക്കിയ ദോശ നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ദോശയുടെ കൂടെ നാളികേര ചട്നി അരയ്ക്കാച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഉള്ളിയും സബോളയൊക്കെ വഴറ്റിയിട്ട് നമ്മൾ ചമ്മന്തി അരയ്ക്കില്ലേ, അതും കുഴപ്പമില്ല. അല്ല നിങ്ങൾ ചിക്കൻ കറിയോ അല്ലെങ്കിൽ മസാലക്കറികൾ വല്ലതും ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയതുപോലെ തക്കാളി സബോളയൊക്കെ വഴറ്റിയുള്ള കറി അങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ മുട്ട റോസ്റ്റ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾ കറി തയ്യാറാക്കിക്കോളൂ. ഞാനപ്പോൾ ദോശ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.